സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം 116.11 ദശലക്ഷം യൂണിറ്റാണ്. ഏപ്രിൽ 17-ന് വൈദ്യുതി ആവശ്യകത 6000 മെഗാവാട്ട് കടന്നിരിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, ഓരോ ദിവസവും റെക്കോർഡ് കുറിക്കുന്നു ഈ വൈദ്യുതി ഉപയോഗിക്കുന്നതിൽ എന്നുള്ളതാണ്. കാരണം അത്രമാത്രം ചൂടും അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വൈദ്യുതി ഉപഭോഗത്തിന് വർധനയും. പുതിയ റെക്കോർഡ് എങ്ങനെയാണ്? അക്ഷയ, സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപഭോഗവും ആവശ്യകതയുമാണ് ഇന്നലെ 17-ാം തീയതി ഉണ്ടായിട്ടുള്ളത്. സർവകാല റെക്കോർഡാണ്. അതായത് വൈദ്യുതി ഉപഭോഗം 115.94 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലെ മാത്രം ഉപയോഗിച്ചത്. വൈദ്യുതി ആവശ്യകതയും ഇന്നലെ തന്നെയാണ് സർവകാല റെക്കോർഡ്. അത് 6013 മെഗാവാട്ട് ആണ് ഇന്നലെ വൈകിട്ടത്തെ ഉപയോഗം. കഴിഞ്ഞ ദിവസം, അതായത് 16-ാം തീയതി ആയിരുന്നു ഈ മാസത്തെ ഏറ്റവും ഉയർന്ന ഉപഭോഗം ഉണ്ടായിരുന്നത്. അത് 113.44 ദശലക്ഷം യൂണിറ്റാണ്. അതിനെ മറികടന്നുകൊണ്ടാണ് ഇന്നലെ 116.11 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചത്. കഴിഞ്ഞ മാസങ്ങളിലെ വൈദ്യുതി ഉപഭോഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ മാസം 6000-ത്തിലധികം മെഗാവാട്ട് ആണ് വൈദ്യുതി ആവശ്യകതയൊക്കെ വരുന്നത്. അത് 2 ദിവസം ഈ നിലയിൽ തന്നെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം 26-ാം തീയതി ആയിരുന്നു ഏറ്റവും ഉയർന്ന വൈദ്യുതി ആവശ്യകത ഇതുവരെ ഉണ്ടായിരുന്നത്. 5836 മെഗാവാട്ടായിരുന്നു. ചൂട് വലിയ തോതിൽ കൂടുന്നത് കൊണ്ട് തന്നെ വൈദ്യുതി ഉപഭോഗം അതുപോലെ തന്നെ വൈദ്യുതി ആവശ്യകത ഇത് രണ്ടും വർദ്ധിച്ചു വരുന്നു. പ്രത്യേകിച്ചും ഈ വൈകിട്ട് സമയത്ത് ഈ പീക്ക് ടൈം എന്നത് വൈകിട്ട് 6 മണി മുതൽ 11 മണി വരെ എന്നതൊക്കെ മറികടന്ന് 2 മണി വരെയൊക്കെ പീക്ക് ടൈം ആകുന്നു പുലർച്ചെ. അതായത് AC-യുടെ ഉപയോഗവും ഫാനിൻ്റെ ഉപയോഗിക്കുന്ന ഫാനുകളുടെ എണ്ണം എല്ലാം തന്നെ വർദ്ധിക്കുന്നു. ഇത് കൂടാതെ വൈകിട്ട് സമയത്തെല്ലാം തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്ന ഒരു സാഹചര്യമെല്ലാം ഇപ്പോൾ ഉണ്ടാകുന്നു. ഇതിന് പുറമെ ഈ പാചകവാതക പ്രതിസന്ധി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇൻഡക്ഷൻ കുക്കറുകളുടെ എല്ലാം ഉപയോഗം വർദ്ധിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് വൈദ്യുതി ഉപഭോഗവും വൈദ്യുതി ആവശ്യകതയും എല്ലാം തന്നെ സർവകാല റെക്കോർഡിലേക്ക് എത്താനുള്ള ഒരു പ്രധാന കാരണമായി വിലയിരുത്തുന്നത്. എന്തായാലും വൈദ്യുതി ക്ഷാമം പോലൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങില്ല എന്ന് കണക്ക് കൂട്ടുന്നു. കാരണം KEB ഈ ഹ്രസ്വകാല ദീർഘകാല കരാറുകളിലൂടെയാണ് വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ നിലയിൽ ഈ ഒരു മാസത്തിലധികം ഇങ്ങനെ നീണ്ടുപോയാൽ എന്താകും വൈദ്യുതി ആവശ്യകതയുടെ സ്ഥിതി എന്നത് ഇനിയും KEB വിശദീകരിക്കേണ്ടി വരും. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകുന്നത്.